10 രൂപ വെച്ച് കൂട്ടിയാലും ഇപ്പം തന്നെ 4 ലക്ഷം രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഓടിയിട്ട്. ഇതിപ്പം നമ്മളൊരു ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ ഉണ്ടെങ്കിൽ ഒരു 1500 രൂപ വരെ നമുക്ക് കയ്യിലിരിക്കും. ആദ്യം പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററിയാണ്. ബാറ്ററി പോയോ? ഇത് പിന്നെ മോട്ടർ പോയി, മോട്ടറിൻ്റെ ബില്ലിങ് പോയി. സിംഗിൾ ചാർജിൽ 200 കിലോമീറ്റർ മൈലേജ് കിട്ടുമെന്നാണ് പറഞ്ഞു വെച്ചത്. എനിക്ക് 25-30 കിലോമീറ്ററിനുള്ളിൽ 25 കിലോമീറ്ററിനുള്ളിലാണ് എല്ലാം മാറി. ഉറപ്പിച്ചേക്കുന്ന 2 ബോൾട്ട് അത് അയഞ്ഞിട്ട് കിടന്ന് ഇരിക്കുന്ന ഇത് ഇത് പിന്നെ പൊട്ടിയതാണ്. ഇങ്ങനെ പൊട്ടിയേക്കുന്ന ഞാൻ വേറെ ഒരു പീസ് വെച്ചോട്ട് വെൽഡ് ചെയ്തു. സർവീസ് കോർഡിനേറ്ററെ വിളിച്ച് അവരോട് പറഞ്ഞ് അവരിവിടെ വിളിച്ച് പിന്നെ നമുക്കൊരു ഡേറ്റ് തരും. ആ ഡേറ്റിൽ ചെന്ന് കഴിയുന്നുണ്ടെങ്കിൽ അവിടെ സാധനം എല്ലാം നമ്മൾ പിന്നെ പട്ടിയാന്തയ്ക്ക് പോലെ തിരിച്ചു പോരും. ഫുൾ ചാർജ് എന്ന് പറഞ്ഞാൽ 0 to 100 വരണമെന്നുണ്ടെങ്കിൽ 6 മണിക്കൂർ വേണം. 6 മണിക്കൂർ വീട്ടിൽ കുത്തിയിടണം. നിറഗർഭിണിയായിട്ടിരിക്കുന്ന ഒരു സ്ത്രീ കയറി കഴിഞ്ഞാലും അവരെ സുരക്ഷിതമായിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റുന്ന വണ്ടി ഇതാണ്. മറ്റേത് നല്ല വൈബ്രേഷൻ അല്ലേ. എൻ്റെ പേര് കോശി തോമസ്. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ എലവന്തിട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ ഉള്ളത്. എൻ്റെ ഹൈക്കോൺ ഹിറ്റ് വണ്ടി എടുത്തിട്ട് ഇപ്പോൾ 2021 നവംബർ 3-ാം തീയതിയാണ് എനിക്ക് വണ്ടി കിട്ടുന്നത്. ഇപ്പോൾ ഏതാണ്ട് 46,000 കിലോമീറ്ററോളം ഓടി. ഞാൻ എടുക്കുന്ന സമയത്ത് ഈ വണ്ടിക്ക് 335 അതായത് ഓൺ റോഡ് പ്രൈസ് വന്നത്. ഇപ്പോൾ അതിന് വില കൂടിയിട്ടുണ്ട്. 365 370 അടുത്ത് വരുന്നുണ്ട്. മൈലേജ് കമ്പനി പറഞ്ഞതിൻ്റെ അത്രയൊന്നും കിട്ടുന്നില്ല. കമ്പനി ആദ്യം ഇതിൻ്റെ പറഞ്ഞ 200 കിലോമീറ്ററാണ്. സിംഗിൾ ചാർജിൽ 200 കിലോമീറ്റർ മൈലേജ് കിട്ടുമെന്നാണ് പറഞ്ഞു വെച്ചത്. എനിക്ക് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 120 വരെ ഞങ്ങളുടെ ഇവിടുത്തെ റോഡിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ 140 വരെ കിട്ടുന്നുണ്ട്. അത് നമ്മുടെ പിന്നെ മെയിൻ റോഡിൽ കയറ്റമിറക്കമൊന്നും ഇല്ലാതെ പോകുന്നുണ്ട് കിട്ടുന്നുണ്ട്. ഇത് നമ്മുടെ ഏത് കമ്പനിയാണ് ഈ ഹൈക്കോൺ എന്ന് പറയുന്നത്? ഹൈക്കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. കേരളത്തിലുള്ള കമ്പനിയാണ്. അതിൽ പിന്നെ ബാറ്ററി നമ്മുടെ ഈ സോളാർ പിന്നെ വാട്ടർ ഹീറ്ററൊക്കെ ഉണ്ടല്ലോ, ഹൈക്കോൺ എന്ന് പറഞ്ഞ് നമ്മൾ സാധാരണ എഴുതി വെച്ചു. ആ കമ്പനിയാണ്. അതിൻ്റെ വേറെ ഒരു പിന്നെ സെക്ഷനാണിത്. ഹിറ്റോ എന്ന് പറയും. ഹൈക്കോൺ ഹിറ്റോ. അവർ ഓട്ടോ പിന്നെ സത്യത്തിൽ ഇത് പിന്നെ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്തൊരു പ്രോഡക്റ്റാണ്. സർവീസ് ആദ്യം നമുക്ക് പൈസ വരത്തില്ല. 40,000 വരെ ഓടിയപ്പോൾ നമുക്ക് എന്തോ സർവീസ് ചെയ്യാണ്ട് എങ്ങനെയാണ് അതിൻ്റെ ഒരു സർവീസ് പീരീഡ്? ഈ 40,000 സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കേട്ടുണ്ടെങ്കിലും അവിടെ കൊണ്ടുപോയി ശരിയാക്കുകയാണ്. അപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പൈസ പോലും ചിലവായിട്ടില്ല, 1 രൂപ പോലും ചിലവായിട്ടില്ല. പിന്നെ ഇപ്പോൾ ഈ ഒരു കുറച്ച് നാൾ കൊണ്ട് പിന്നെ ചില സാധനങ്ങൾക്ക്, അതായത് ഷോക്ക് അബ്സോർബർ, സ്പ്രിങ്ങുകൾ, പിന്നെ അതുപോലുള്ള സാധനങ്ങൾ അത് നമ്മൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിന് പൈസ കൊടുക്കണം. 3.5 വർഷം അല്ലെങ്കിൽ 85,000 കിലോമീറ്റർ, അതാണ് ഇവർ പറയുന്ന വാറണ്ടി. ഇപ്പം നിലവിൽ ഇപ്പോൾ നമുക്ക് വാറണ്ടിയിൽ കിട്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി, കൺട്രോളർ, മോട്ടർ, പിന്നെ ഇത് നമ്മുടെ ഗിയർ ബോക്സ്, അതുപോലുള്ള സാധനങ്ങൾക്കെല്ലാം വാറണ്ടിയിൽ തന്നെയാണ്. ബാക്കിയുള്ള സാധനങ്ങൾക്ക് എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുക്കും. ഇതിനൊക്കെ അല്ലാണ്ട് ഒരു ഇത്ര കിലോമീറ്ററിൽ സർവീസോ അങ്ങനെ ഓയിൽ ചേഞ്ച് അതെല്ലാം കഴിഞ്ഞാൽ അങ്ങനത്തെ അതെല്ലാം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഓയിൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് 6 മാസം കൂടുമ്പം ഒരു അല്ലെങ്കിൽ 20,000 കിലോമീറ്റർ ആകുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം 400 മില്ലി ഓയിൽ വേണം. അത്രയേ ഉള്ളൂ സർവീസിൻ്റെ കേസിൽ. ഇനി അടുത്ത സർവീസ് എത്ര കിലോമീറ്റർ? 1000 കിലോമീറ്റർ അല്ല. ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ടൈം വെച്ചിട്ടല്ല, അങ്ങനെയില്ല. അത് ടൈമുണ്ട്. അത് ആദ്യമായിരുന്നു 1000 കിലോമീറ്റർ, 5000 കിലോമീറ്റർ, 10,000 കിലോമീറ്റർ, അങ്ങനെ ടൈം ഉണ്ടായിരുന്നു. 10,000 കിലോമീറ്ററോടെ ആ ഒരു സംഭവം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും കേടുണ്ടെങ്കിൽ നമ്മൾ നേരെ പിന്നെ സർവീസ് സെൻ്ററിലോട്ട് പോകാം, ശരിയാക്കാം. അത് ആദ്യം ഇതിപ്പം നേരത്തെ ഞങ്ങളുടെ ഇവിടുത്തെ പിന്നെ ഡീലർ എന്ന് പറഞ്ഞാൽ ഷെറിൻ എന്ന് പറഞ്ഞൊരു SKS മോട്ടോഴ്സിൽ നിന്നാണ് ഞങ്ങൾ സാധനം എടുത്തത്. അപ്പം പുള്ളിക്കാരനായിരുന്നു സർവീസും നടത്തിക്കൊണ്ടിരുന്നത്. അന്നൊക്കെ നല്ല രീതിയിൽ നമുക്ക് സർവീസ് കിട്ടിക്കൊണ്ടിരുന്ന. കുറച്ച് നാൾ ഒരു 2-3 മാസത്തിനുള്ളിൽ മുമ്പ് ഈ കമ്പനി ഏറ്റെടുത്തു. കമ്പനിയാണ്. ഇപ്പോൾ കമ്പനി നേരത്തെ ഇവിടെ അടുത്തായിരുന്നു ഇതിൻ്റെ സർവീസ് സെൻ്റർ ഉണ്ടായിരുന്നു. ഇപ്പം കുമ്പഴ കഴിഞ്ഞ് പോകണം, മലയാളയ്ക്ക് പോകുന്ന വഴിക്കാണ് ഇപ്പോൾ സർവീസ് സെൻ്റർ ഉണ്ട്. ഇത് കമ്പനി ഏറ്റെടുത്ത പിന്നെ സ്പെയർ പാർട്സ് സ്വല്പം ബുദ്ധിമുട്ടാണ്. സ്പെയർ കിട്ടാനില്ല. അത് കമ്പനിയിൽ നിന്ന് വന്ന് അവിടെ വെച്ചിട്ട് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഒരു സാധനം അത്യാവശ്യം പിന്നെ പണി ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തൃശ്ശൂർ വിളിച്ച്
സർവീസ് കോർഡിനേറ്ററെ വിളിച്ച് അവരോട് പറഞ്ഞ് അവരിവിടെ വിളിച്ച് പിന്നെ നമുക്കൊരു ഡേറ്റ് തരും. ആ ഡേറ്റിൽ ചെന്ന് കഴിയുന്നുണ്ടെങ്കിൽ അവിടെ സാധനം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ പട്ടിയാന്തയ്ക്ക് പോലെ തിരിച്ചു പോരണം. അല്ല, അപ്പം ഇത് കംപ്ലൈന്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും സമയം എടുക്കണം. ഇത്രയും സമയം എടുക്കണം. അത് ഇപ്പോഴത്തെ നിലവിലുള്ള ഒരു സ്ഥിതി അതാണ്. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. നേരത്തെ ഫാസ്റ്റായിട്ട് നമ്മൾ ഷെഡ് നിർമ്മിച്ച് ചെല്ലുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കേടുണ്ടെന്നുണ്ടെങ്കിൽ ഷെഡിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇപ്പം ഒരു മേജർ കംപ്ലൈന്റ് ആണ്, എന്തെങ്കിലും ഒരു സ്പാട്ട് നമ്മൾ ഇവിടെ ഇട്ടയച്ച് വിളിക്കും. അപ്പോൾ വണ്ടി ഓടത്തില്ലല്ലോ. ഇല്ല, അതല്ല ഇപ്പോഴത്തെ ബുദ്ധിമുട്ട്. അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടോ? ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. കുറേ പേർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പം തന്നെ എനിക്ക് തന്നെയാണെങ്കിലും ഇതിൻ്റെ പിന്നെ ആക്സിഡൻറ്റ് ആ നട്ട് ഇടയ്ക്കിടയ്ക്ക് ഊരിപ്പോരുക. അപ്പം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴേലും ആയിരിക്കും അവർ ഒരു ചിലപ്പം ഒരാഴ്ച കഴിഞ്ഞുള്ള ഡേറ്റ് ആയിരിക്കും, 2 ആഴ്ച കഴിഞ്ഞുള്ള ഡേറ്റ് ആയിരിക്കും. ആ നേരത്തെ അത്ര നാളത്തേക്ക് നമുക്കിത് കൊണ്ട് നടക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ലോക്കലായിട്ട് എവിടെയെങ്കിലും പോയി മുടക്കും, ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. തന്നെയല്ല, ഇതിപ്പോൾ ഒരു സാധനം ഇവർ റിപ്പയർ ചെയ്ത് തരിക എന്നുള്ള പരിപാടിയില്ല. ഇപ്പോൾ ഒരു സാധനം പോയി കഴിഞ്ഞാൽ അവർ പുതിയത് തരിക, പിന്നെ എന്നിട്ട് പഴയത് അഴിച്ചു വാങ്ങിക്കുക. ഏറ്റവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ധനം അടിക്കുന്നതിൽ തന്നെ നല്ല വ്യത്യാസമുണ്ട്. കാര്യം മറ്റേതൊരു 400 രൂപയ്ക്കടുത്ത് ഒരു ദിവസം ഡീസൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 700 രൂപ 800 രൂപ ഒക്കെ കയ്യിലിരിക്കും. 800 രൂപ പ്രോഫിറ്റ് കിട്ടും. മറ്റേതായിരുന്നു. ഇതിപ്പം നമ്മളൊരു ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ ഉണ്ടെങ്കിൽ ഒരു 1500 രൂപ വരെ നമുക്ക് കയ്യിലിരിക്കും. അപ്പം ഇത് രണ്ടും തമ്മിൽ ഇപ്പം നമുക്കിത് ചാർജ് ചെയ്യുമ്പോൾ 100 കിലോമീറ്ററല്ലേ ഓടാൻ പറ്റും. മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവുമല്ലോ. അത് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ എന്തൊക്കെ ബുദ്ധിമുട്ടാണ്? പക്ഷേ എനിക്ക് നമ്മൾ വലിയ ദൂരത്തേക്കുള്ള ഓട്ടങ്ങൾ പോകുന്നില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മുടെ ഈ ലൊക്കാലിറ്റിയിലുള്ള ഓട്ടങ്ങളേ ഉള്ളൂ. അതിന് നമുക്ക് ഇതുകൊണ്ട് പറ്റും. കാര്യം ഉച്ചയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ പോകുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ചാർജ് ചെയ്യും. ഒരു ദിവസം 2 തവണ ചാർജ് ചെയ്യും. ഫുൾ ചാർജ് ആവത്തില്ല എങ്കിൽ തന്നെ ഒരു പകുതിയൊക്കെ ഉച്ചയ്ക്ക് ഒന്നുകൂടെ ചാർജ് ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് കുഴപ്പമില്ലാതെ പോവാം. അപ്പോൾ ഈ ഉച്ചയ്ക്ക് ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര സമയം എടുക്കുന്നു ഫുൾ ചാർജ് ആയി? ഫുൾ ചാർജ് 0 to 100 വരണമെന്നുണ്ടെങ്കിൽ 6 മണിക്കൂർ വേണം. 6 മണിക്കൂർ വീട്ടിൽ കുത്തിയിടണം. ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഫാസ്റ്റ് ചാർജ് ഇവിടെ ഇല്ല. ഉണ്ടോ വണ്ടി? ഉണ്ട്, ഫാസ്റ്റ് ചാർജിന് ഉണ്ട്. ബട്ട് ഇവിടെ നമുക്ക് ഫാസ്റ്റ് ചാർജ് ചെയ്യാനുള്ള സംവിധാനമില്ല. വീടുകളിൽ സെറ്റപ്പ് വീടുകളിൽ നമുക്ക് ചെയ്യുവാണെങ്കിൽ പിന്നെ നമുക്ക് അതിനനുസരിച്ച് പൈസ മുടക്കി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ എത്ര സമയം എടുക്കുമായിരിക്കും? അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതിയിൽ താഴെ വരത്തുള്ളൂ. 1.5 മണിക്കൂർ കൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓടുന്നത് നമ്മൾ ഈ പറയുന്ന 100 കിലോമീറ്ററിനകത്ത് നമുക്ക് ഒരു ദിവസം ഓടാൻ പറ്റും. ഒരു 50 കിലോമീറ്ററൊക്കെ ഒറ്റ റണ്ണിങ്ങിൽ ഓടിയിട്ട് തിരിച്ച് വരാൻ പറ്റും. അപ്പോൾ ഒരു ദിവസം ഇപ്പോൾ ഒരു 50 കിലോമീറ്ററിൻ്റെ ഒരു ഓട്ടോ ആണെങ്കിൽ ഒറ്റ ഓട്ടോയായിട്ടേ പോകും, ഒരു ഓട്ടോയെ ചെയ്യാൻ പറ്റുള്ളൂ. അത് മതിയല്ലോ. നമ്മുടെ ഇവിടുത്തെ ഒരു കണക്കൂട്ടിൽ വെച്ചിട്ട് പിന്നെ 50 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ 1500 രൂപ കിട്ടും ഒരു ദിവസം ഓടുന്നത്. അത് മതി. നമുക്ക് ഒരുപാട് കിട്ടണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. മറ്റേതെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീസൽ ഇപ്പോൾ ഇത് പമ്പിൽ കയറുക, ഡീസൽ അടിക്കുക, പോവാം. അതെ, നമ്മളിന്ന് എന്താ ചോദിക്കാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ മുന്നേ ഒരു വീഡിയോ എഴുതുന്ന സമയത്ത് ആൾക്കാർ വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്, ഇതിപ്പോൾ വലിയൊരു ഓട്ടം കിട്ടിയാൽ പോകാൻ പറ്റില്ല. ആൾക്കാരുടെ സ്ഥിരം പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഇലക്ട്രിക് ഓട്ടോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരി ദൂരം ഓട്ടം കിട്ടിയാൽ പോകാൻ പറ്റില്ല. ശരിയാണ്. അപ്പോൾ അങ്ങനത്തെ കേസുകളൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട്. ഇപ്പോൾ നമ്മളിപ്പം പിന്നെ രാവിലെ വന്നു കുറച്ച് ഓടിക്കഴിഞ്ഞിട്ട് സ്വല്പം ദൂരത്തേക്ക് ഒരു ഓട്ടം വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടെ ആലോചിച്ചിട്ടേ പോകത്തുള്ളൂ. പക്ഷേ അവിടെ ചെല്ലുന്നുണ്ടെങ്കിൽ ചാർജ് ചെയ്യാനുള്ള സംവിധാനം ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ കുഴപ്പമില്ല. ചാർജ് ചെയ്യാനുള്ള സ്ഥലമാണ് നമുക്ക് അറിയാൻ പറ്റുമോ? അറിയാൻ പറ്റും. ആപ്പിലൂടെ അറിയാൻ പറ്റും. അവിടെ നമ്മൾ ആളെ ഇറക്കിയിട്ട് വന്നിട്ട് ചാർജ് ചെയ്തിട്ട് പോവാം. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോവാം, ഇപ്പം പിന്നെ തിരുവല്ല ബിലീവേഴ്സിൽ അല്ലെങ്കിൽ പുഷ്പഗിരിയിൽ ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ചാർജ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, അത് ഓടിപ്പോവാം. ഇതുവരെ നമുക്ക് എന്തെങ്കിലും മേജർ കംപ്ലൈൻറ്റുകളോ ഇഷ്യൂസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്. അതെന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു? ആദ്യം പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററിയാണ്. ബാറ്ററി പോയോ? ബാറ്ററി പോയി. പക്ഷേ അത് പിന്നെ ഒരു 9 ദിവസം കിടന്നു. 9 ദിവസം അപ്പോഴത്തേക്ക് പുതിയ ബാറ്ററി കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് പോന്നു. അത് കഴിഞ്ഞ് ആദ്യത്തെ കൺട്രോളർ പോയി. ഇതൊക്കെ വാറണ്ടിയിൽ മാറുന്നത്? എല്ലാം വാറണ്ടിയിൽ മാറുന്നു. അപ്പോൾ നമുക്ക് പൈസ മുടക്കൊന്നുമില്ല. അങ്ങനൊരു ഗുണമുണ്ട്. പെട്ടെന്ന് തറയ്ക്കടിക്കത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ മോട്ടർ പോയി. മോട്ടറിൻ്റെ ബില്ലിങ് പോയി കഴിഞ്ഞാൽ നമുക്ക് സാധാരണഗതിക്കാണെങ്കിൽ നമ്മൾ റിപ്പയർ ചെയ്തെടുക്കും. ഇത് ഒരു ബില്ലിങ് പോയി കഴിഞ്ഞപ്പോൾ ഒരു 3 ദിവസമായി സാധനം അവിടെ നിന്ന് വന്നു, കയറ്റി വെച്ച് പോന്നു, റെഡിയാക്കി തന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇത് പോയി, എന്താ നമ്മുടെ
ഗിയർ ബോക്സ്. ഇതെല്ലാം ഇത്രത്തിനകത്ത് തന്നെ എത്ര കിലോമീറ്റർ ഓടിയപ്പോൾ തന്നെ പോയി? എല്ലാം കൂടെ ഒരു 25-30 കിലോമീറ്ററിനുള്ളിൽ, 25 കിലോമീറ്ററിനുള്ളിലാണ് ഇതെല്ലാം. പാർട്സുകളൊക്കെ കംപ്ലൈൻറ്റ് എല്ലാം മാറി. എല്ലാം മാറി. 3 കൺട്രോളർ മാറി. ഇതിപ്പോൾ 3ാമത്തെ കൺട്രോളറാണ് ഇപ്പോൾ വണ്ടിക്കകത്തിരിക്കുന്നത്. കൺട്രോളർ കംപ്ലൈൻറ്റ് ആവുന്നുണ്ടല്ലോ. അപ്പോൾ വേറെ ടീമുകൾക്ക് വരുന്നുണ്ടോ അതോ ചേട്ടന് മാത്രം വന്നൊരു പ്രശ്നമൊന്നും അന്വേഷിക്കാമല്ലോ അങ്ങനെ എന്തെങ്കിലും? അല്ല വരുന്നുണ്ട്. ഇവിടെ തന്നെ വേറെ ഇപ്പോൾ 2 വണ്ടിയുണ്ട്. ഇതിൽ തന്നെ 2 വണ്ടിയുണ്ട് ഇവിടെ. ഞാൻ വാങ്ങിച്ച പിന്നെ വാങ്ങിച്ചത് അതിൽ ഒരാൾക്ക് കുഴപ്പമില്ല, അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ഒരു കൺട്രോളർ പോയായിരുന്നു പ്രാവശ്യം. പക്ഷേ മറ്റേ ആടെ പിന്നെ ഒരു 5-6 മാസത്തോളം 6-7 മാസത്തോളം പുള്ളിയുടെ ബാറ്ററി വീക്കായിട്ട് 3 ബാറ്ററി മാറി പുള്ളി. ബാറ്ററി കംപ്ലൈൻറ്റ്. ഇല്ല അതെല്ലാം വാറണ്ടിയില്ല. നമുക്ക് പേയ്മെന്റ് എത്ര ആകുന്നൊന്നും കാണിക്കുന്നൊന്നുമില്ല. നമ്മൾ കൊടുക്കേണ്ട പൈസ കൊടുക്കത്തില്ല. അല്ല കൊടുക്കേണ്ട കാര്യമില്ല. കാര്യം ഈ 3.5 വർഷം അല്ലെങ്കിൽ 75,000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വാറണ്ടി പീരീഡാണ്. അത് അവർ തന്നല്ലേ പറ്റത്തുള്ളൂ. ബുദ്ധിമുട്ടാവും. അല്ല അന്നേരം വേറൊരു കാര്യമുണ്ട്. ഈ ഇതിനകത്തുള്ള സെല്ല് പോയാന്നെങ്കിൽ സെല്ല് മാറിയാൽ മതി. പിന്നെ BMS പോയാന്നെങ്കിൽ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം പോയാന്നെങ്കിൽ അത് മാറിയാൽ മതി. മൊത്തത്തിൽ ഒന്നിച്ചെടുത്ത് മാറ്റേണ്ട കാര്യം വരുന്നില്ല. പിന്നെ അതിന് മുന്നേ തന്നെ നമ്മൾ ഈ പറയുന്ന മുടക്കിയ പൈസ നമുക്ക് തിരിച്ചു കിട്ടാൻ പറ്റുന്ന ഒരു രീതിയിൽ ഓടി എടുക്കാൻ പറ്റും. 10 രൂപ വെച്ച് കൂട്ടിയാലും ഇപ്പം തന്നെ 4 ലക്ഷം രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഓടിയിട്ട് 10 രൂപ വെച്ച് കൂട്ടിയാലും ഈ 40,000 ഓടിയപ്പോൾ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് 4 ലക്ഷം രൂപ. വണ്ടി എടുത്തതിനേക്കാളും പൈസ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പോസിറ്റീവ് ഇതിനുണ്ട്. നെഗറ്റീവ്സ് ഒരുപാടുണ്ട്, പക്ഷേ പോസിറ്റീവ് അത്രയും തന്നെ ഉണ്ട്. ഇപ്പം തന്നെ ഇനിയൊരു 40,000 കൂടെയാണ് കമ്പനി വാറണ്ടി പറയുന്നുണ്ട്. അപ്പോൾ ഒരു 8 ലക്ഷം രൂപയോളം നമുക്ക് കിട്ടാമായിരിക്കാം. വേറെ കമ്പനി. എന്നാലും അതിനൊരു സാധ്യതയുണ്ട്. സാധ്യതയുണ്ട്, ഇല്ലെന്ന് പറയാനൊക്കത്തില്ല. ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എത്ര ശതമാനത്തിൽ വലിവ് നിൽക്കും, അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇതൊരു 80 കിലോമീറ്റർ 85 കിലോമീറ്റർ ഒക്കെ ആവുന്നുണ്ടേ വലിവ് കുറയാൻ തുടങ്ങും. 85 കിലോമീറ്റർ ചാർജ് 80 അതായത് ഇപ്പം 100 കിലോമീറ്റർ കിട്ടുന്ന വണ്ടിയാണെങ്കിൽ 85 കിലോമീറ്റർ ഒക്കെ ആവുന്നുണ്ടേ വലിവ് കുറയും. വണ്ടിയുടെ വലിവ് കുറയും. നല്ല കയറ്റമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കയറത്തില്ല. അതേസമയം മെയിൻ റോഡിലാണെങ്കിൽ ഈ 15 കിലോമീറ്റർ കൊണ്ട് നമുക്ക് വീട്ടിലെത്താൻ പറ്റും. ഒറ്റയ്ക്കാണെങ്കിൽ പിന്നെ ഈ 85 എന്നുള്ളത് 90 വരെ ആവാം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമുക്കൊരു ഇതിപ്പം 85 ഒക്കെ അപ്പോൾ അങ്ങനെ രീതിയിൽ നോക്കുന്ന മൈലേജ് നമുക്ക് ഒരു പ്രശ്നമായിട്ട് വരുമോ? പ്രശ്നമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കാൽക്കുലേഷൻ നമ്മളിപ്പോൾ 85 ആയിരിക്കും അപ്പോൾ പിടിക്കുന്നത്. 100 പിടിക്കുമോ? 100 പിടിക്കത്തില്ല. 100 പിടിക്കാൻ ഒക്കത്തില്ല. അത് നമ്മൾ പോകുന്ന റൂട്ടിനനുസരിച്ചിരിക്കും. എവിടെയും വഴി കിടന്നിട്ടുണ്ടോ? ഇല്ല വഴി ഇത്ര നാളും കിടന്നിട്ടില്ല. ടൈമിങ്ങും പിന്നെ നമ്മളൊരു കണക്ക് കൂട്ടുന്നുണ്ടല്ലോ. ഉച്ചയാവുന്നുണ്ടെങ്കിൽ പോകുന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ കുത്തിയിടും. അപ്പോൾ ആ 2 മണിക്കൂർ കുത്തുന്നതിൽ നമുക്കൊരു 10-35 കിലോമീറ്ററെങ്കിലും 30 കിലോമീറ്ററെങ്കിലും ഏറ്റവും കുറഞ്ഞത് കിട്ടും. പിന്നെ നമ്മുടെ ബേസിക് നീഡ്സ് നടക്കും. ഇത് തന്നെയാണ് സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിറഗർഭിണിയായിട്ടിരിക്കുന്ന ഒരു സ്ത്രീ കയറി കഴിഞ്ഞാലും അവരെ സുരക്ഷിതമായിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റുന്ന വണ്ടി ഇതാണ്. മറ്റേത് നല്ല വൈബ്രേഷൻ അല്ലേ, എൻജിൻ്റെ വൈബ്രേഷൻ തന്നെ നല്ല വൈബ്രേഷനാണ്. അപ്പോൾ അതിനനുസരിച്ച് എടുത്തിട്ട് അടിച്ചുകൊണ്ടിരിക്കും. ഇതങ്ങനെയില്ല. സസ്പെൻഷൻ തന്നെയല്ലേ, ഇതിന് വൈബ്രേഷൻ വരുന്നില്ല. എൻജിനില്ലല്ലോ, എൻജിനില്ലാത്ത വൈബ്രേഷൻ ഉണ്ടാവത്തില്ലല്ലോ. യാത്ര സുഖം നല്ലതാണ്. നല്ല റോഡാണെങ്കിൽ ഇരുന്നുറങ്ങാം. മറ്റേ വണ്ടിയൊക്കെ നമ്മൾ വന്ന സമയത്ത് മഹീന്ദ്രയായിരുന്നു. അതിനു മുമ്പ് KL ഉണ്ടായിരുന്നു, കേരള ഓട്ടോമൊബൈൽസ്. അതിപ്പം പൂട്ടിക്കെട്ടി താക്കോലെടുത്തേക്കുക. പിന്നെ മഹീന്ദ്ര ഉണ്ടായിരുന്നു. മഹീന്ദ്രയ്ക്കും ഒന്ന് എനിക്ക് CC കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവരുടെ തന്നെ ഒരു മാക്സ് വാല്യൂ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ് ഇതിന് CC കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് ഇതെടുത്തന്നെ ഉണ്ട്. തന്നെയല്ലേ പിന്നെ പറഞ്ഞ അന്നത്തെ മൈലേജിൻ്റെ അനുസരിച്ച് ഇതായിരുന്നു നല്ലത്. അന്ന് മൈലേജ് ഉണ്ടായിരുന്നു വണ്ടി. അന്ന് മൈലേജ് 120-125 വരെയൊക്കെ ഇവിടെ കിട്ടുമായിരുന്നു. ഇപ്പോൾ കുറഞ്ഞു, 10-25 കുറഞ്ഞു ഇപ്പോൾ. ഓക്കെ, ഇവരിപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ വാറണ്ടി പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി പരിപാടിയും അങ്ങനത്തെ കേസുകളിലേക്ക് എന്തെങ്കിലും റേറ്റോ കാര്യങ്ങളോ എല്ലാം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്? ഇല്ലല്ലോ, ഒന്നും പറഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. തന്നെയല്ല ഇപ്പോഴത്തെ ഈ സർവീസിൻ്റെ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ സർവീസ് വന്നേ പിന്നെ
ഈ സാധനങ്ങൾ ചെറിയ ചെറിയ സാധനങ്ങൾ മാറുന്നത് ഇപ്പം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കണക്ടർ, അതിപ്പം പിന്നെ ഈ ബാറ്ററിയിൽ നിന്ന് വരുന്ന കണക്ടറാണ്. ആ സാധനം ഇടയ്ക്കിടയ്ക്ക് ഉരുകി ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ വണ്ടി പിന്നെ വലിക്കത്തില്ല. അപ്പോൾ പിന്നെ കമ്പനിയിൽ പറഞ്ഞു, കമ്പനിക്കാർ വന്ന് അത് പിന്നെ പൊട്ടിച്ച് കളഞ്ഞിട്ട് ടേപ്പ് ചുട്ടി വിട്ടു, സാധനം വരുന്നുണ്ടെ മാറ്റിത്തരാമെന്ന് പറഞ്ഞു. പിന്നെ ഒരു 2-3 മാസം നടന്നിട്ടും സാധനം വന്നില്ല, ഒട്ടിച്ചുമില്ല. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സർവീസ് സെൻ്ററിൽ ചെന്നപ്പോൾ ഇത് സാധനം കാണിച്ചു കഴിഞ്ഞപ്പം പിന്നെ സർവീസ് മാനേജറിൻ്റെ ഒരു ഉത്തരവാണ് 841 രൂപ വേണം ആ പ്ലാസ്റ്റിക്കിൻ്റെ സാധനത്തിന്. മാക്സിമം ഒരു 100-200 രൂപ ആണെങ്കിൽ നമുക്ക് പോട്ടെന്ന് വെക്കാം. ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സാധനത്തിന് 841 രൂപ. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. ചെറിയൊരു പ്ലാസ്റ്റിക്കാണ് അതിപ്പോൾ ഞാൻ കാണിക്കാം. ആ ടൈപ്പ് ഒരു സാധനം, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കണക്ടറാണ്. വയർ അതിനകത്ത് കയറ്റി പിടിപ്പിക്കാനുള്ളൊരു സാധനം. മാക്സിമം വരുന്നത് ഇനിയിപ്പോൾ 200-250 എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു മര്യാദയുണ്ട്. ഇവർക്ക് കടുക് ചോരുന്നത് അറിയാം, ആന ചോരുന്നത് അറിയത്തില്ല. ഞാനിപ്പം ഇനിയിപ്പം ഈ പിന്നെ കമ്പനിക്ക് വേണ്ടി ആരുടെയും റെക്കമെൻഡ് ചെയ്യുമോ? ചെയ്യത്തില്ല. നാളെ ഇപ്പോൾ ഒരാൾ ഒരു വണ്ടി എടുക്കാൻ വേണ്ടി വരുന്നു, എന്നോട് വന്ന് ചോദിക്കുകയാണ് ഈ വണ്ടി എടുത്താൽ കൊള്ളാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. കാര്യം നമ്മളോട് കാണിക്കുന്ന ഒരു വെറും മര്യാദയില്ലാത്ത ഒരു സമീപനമാണിപ്പം സർവീസിൻ്റെ സ്ഥലത്തും നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ആളൊക്കെ ഇത് ചെയ്യത്തില്ല. ഇവിടെ 2 വണ്ടി ഇവിടെ പുതിയത് വന്നു, അത് എൻ്റെ റെക്കമെൻഡേഷൻ തന്നെ വന്ന. പക്ഷേ അത് കഴിഞ്ഞ് കുറേ പേര് എന്നോട് ചോദിച്ചു. ഞാൻ പറയാം നിങ്ങൾ വേറെ ഏതെങ്കിലും വണ്ടി നോക്കും, അല്ലെങ്കിൽ ഡീസൽ വണ്ടി നോക്കും, പെട്രോൾ വണ്ടി നോക്കും. ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. കാര്യം നാളെ ഇവരെ എടുത്തിട്ട് അവിടെ സർവീസിന് ഇല്ലെന്നുണ്ടെങ്കിൽ അവരോട് വേറെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ എൻ്റെ കഴുത്താക്കി പിടിക്കത്തില്ല. ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ സാധനമാണ്. ഇതേപോലൊരു സാധനം ഇവിടെ ഉണ്ടായിരുന്നു, മനസ്സിലായി? ഇപ്പോൾ ഇത് കേബിൾ ചുറ്റിയേക്കോ? ഇത് അല്ല, നമ്മുടെ ടേപ്പ് കിട്ടിയേക്കുക, ഇൻസുലേഷൻ ടേപ്പ് കിട്ടിയേക്കുക. ഇത് ഒരെണ്ണം പിന്നെ സാധനം ഇഷ്ടം പോലെ അവിടെ ഇരിപ്പുണ്ട്. 10-200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിച്ചേനെ. ഈ സെയിം സാധനം അതാണ് 841 രൂപ വേണമെന്ന് പറഞ്ഞു ഒരു സർവീസ് മാനേജർ. അല്ല, ഈ ചെറിയ പിന്നെ കാര്യങ്ങളാണ് അവർ പിന്നെ ആദ്യം പൊരിപ്പിച്ചെടുക്കുന്നത്. ഒരു ഷോക്ക് അബ്സോർവറിന് മാക്സിമം പിന്നെ 512 രൂപ വിലയുള്ള സാധനത്തിന് 650 രൂപ വേണമെന്ന് പറഞ്ഞു. MRP യെക്കാട്ടിൽ 150 രൂപ കൂടുതലാണ് വേണം. MRP 512 രൂപയേ ഉള്ളൂ. അതിനെക്കാട്ടി 150 രൂപ കൂടുതൽ, 650 രൂപ വേണം. 2 1300 രൂപ. ഞാൻ ചുമ്മാ അതിൻ്റെ കവറെടുത്ത് നോക്കിയാണ് 512 രൂപയേ ഉള്ളൂ. എങ്ങനെയുണ്ട്? ഈ കഴിഞ്ഞിടയ്ക്ക് മാറിയതാണ് ആ ഫ്രണ്ടിൽ കിടക്കുന്ന പിന്നെ ഷോക്ക് അബ്സോർവർ. ഈ 2 അത് അപ്പുറത്തേത് 512 രൂപ സാധനത്തിന് 650 രൂപ വേണമെന്ന്. എങ്ങനെയുണ്ട്? എക്സ്പീരിയൻസ് കൂടെ ഉണ്ടല്ലോ. ഇപ്പോൾ വേറെ എന്തെങ്കിലും ഒരു വണ്ടി അല്ലെങ്കിൽ രീതി തന്നെ വേറെ ഒരു വണ്ടി എടുക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇതിൽ അതായിരുന്നു നന്നായിരുന്നു എന്നോ അത് എന്തെങ്കിലും? ഇല്ല, അത് ഇപ്പോഴേ നമുക്കത് പറയാനൊക്കെ ഒരു 3 വർഷമെങ്കിലും കഴിയാതെ ഇപ്പോൾ ഏതൊരു വണ്ടിയുടെ ആണെങ്കിലും. അപ്പോൾ ഇതിപ്പം പിന്നെ ബജാജിൻ്റെ ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു, പിന്നെ മോൺട്ര ഇറങ്ങി, പിന്നെ അങ്ങനെ വേറെ ഒരുപാട് പിന്നെ ഈ റിക്ഷ അതൊക്കെ ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഒരു 3 വർഷമെങ്കിലും കഴിയാതെ നമുക്കിതിൻ്റെ കാര്യം പറയാനൊക്കെ.